2025 ഓസ്കാർസ് ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എന്ന് പറഞ്ഞതായിരുന്നു. കാരണം ഒരുപാട് നോമിനേഷൻ കിട്ടിയിട്ടുള്ള പല പടങ്ങളും ഒരു അവാർഡ് പോലും കിട്ടാതെ അങ്ങനത്തെ കുറേ പടങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത കുറച്ച് പടങ്ങളുണ്ട്, ചിലതൊക്കെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അനോറയ്ക്കാണ് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയിട്ടുള്ളത്. 5 അവാർഡുകൾ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ബെസ്റ്റ് പിക്ചർ. നൈസ് പടമാണ്, ഒരു 18+ മൂവിയാണ്, പക്ക 18+ മൂവിയാണ്. ഓസ്കാർ കിട്ടിയതല്ല അല്ലെങ്കിൽ ബെസ്റ്റ് പിക്ചർ കിട്ടിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ചാടിക്കയറി ഫാമിലി ആയിട്ടൊന്നും കാണാൻ നിൽക്കരുത്. കാരണം ഇറ്റ്സ് ആൻ എ പടം, സിംപ്ലി പറഞ്ഞാൽ. കാരണം ഒരു സ്ട്രിപ്പറുടെ ഒരു റഷ്യൻ പയ്യൻ്റെ തമ്മിലുള്ള ലവ് സ്റ്റോറിയാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. അതിൽ ഒരുപാട് ന്യൂഡ് സീൻസും ഒരുപാട് സെക്സ് സീൻസുകളൊക്കെ തന്നെയുണ്ട്. പക്ഷേ നല്ലൊരു സ്റ്റോറി കൺവേ ചെയ്യുന്ന, ഇമോഷണലി നന്നായിട്ട് കണക്റ്റ് ആവുന്ന, നല്ല എൻഗേജിങ് ആയിട്ടുള്ളൊരു കിടിലം പടമാണ് അനോറയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ തൊട്ടടുത്ത വീഡിയോയിലിടാം, ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ദെൻ ഈ സാധനത്തിൽ അല്ലെങ്കിൽ ഈ ബെസ്റ്റ് പിക്ചർ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഞാൻ പേഴ്സണലി അടിക്കുന്നു വിചാരിച്ചതും ബ്രൂട്ടലിസ്റ്റ് എന്ന പടത്തിനായിരുന്നു. പക്ഷേ ഈ പടത്തിനാണ് കിട്ടിയത് അനോറയ്ക്ക്. പക്ഷേ ബെസ്റ്റ് ആക്ടർ പ്രതീക്ഷിച്ച പോലെ തന്നെ ആഡ്രിയൻ ബ്രോഡിക്കാണ് കിട്ടിയത്. ഓൾറെഡി ബ്രൂട്ടലിസ്റ്റിൻ്റെ റിവ്യൂ ഞാനിത് പറഞ്ഞിരുന്നു, ഈ ചങ്ങായിക്ക് കിട്ടുന്നുള്ളത് തീർച്ചയാണെന്ന്. കാരണം കിഡിലും പെർഫോമൻസ് ആയിരുന്നു മൂപ്പരുടെ. ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും കാരണം മൂപ്പര് തന്നെയാണ് ഈ ആ ഒരു ഉള്ള കാറ്റഗറിയിൽ കുറേ കൂടി ഹൈ ആയിട്ടെന്ന് എനിക്ക് തോന്നി. ദെൻ ബെസ്റ്റ് ആക്ട്രസ് ഈ അനോറയിലെ പെർഫോമൻസിന് മിക്കി മാഡ്സിന് കിഡിലും പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ക്യാരക്ടറിൻ്റെ എല്ലാ ഇമോഷൻസും നമുക്ക് ഒരു റോളർ കോസ്റ്റർ റൈഡ് തന്നെയായിരുന്നു ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് വെച്ചിട്ട് ആ ഒരു പടം. സോ ഇറ്റ്സ് ആൻ ഡിസർവിംഗ് ആണെന്ന് എനിക്ക് തോന്നി. ദെൻ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറായിട്ട് കീറൻ കൽക്കിനാണ് എ റിയൽ പെയിൻ എന്ന് പറഞ്ഞ മൂവി. ഈ പടം ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വലിയ പെടുത്തില്ല. പക്ഷേ ഈ സപ്പോർട്ടിംഗ് ആക്ടറായിട്ട് ഞാൻ പ്രതീക്ഷിച്ചത് ബ്രൂട്ടലിസ്റ്റിൽ അഭിനയത്തിനും ഗൈ പിയേഴ്സിനാണ്. കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു. ദെൻ ഈ കാറ്റഗറിയിൽ തന്നെ നമ്മുടെ അനോറയിലെ യൂറോ ബറിസാവോ എന്ന് പറഞ്ഞൊരു മറ്റേ ആക്ടറുണ്ട്. മറ്റേ ആ അനോറയുടെ കൂടെ നടക്കുന്ന, എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടർ. നമുക്ക് അവസാനം ആ ചങ്ങായി മാത്രം ഉണ്ടായിരുന്നുള്ള ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, കിടിലം ക്യാരക്ടറായിരുന്നു. പക്ഷേ എന്ത് പെർഫോമൻസിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഈ ചങ്ങായി വെറുതെ ഇങ്ങനെ നിൽക്കൽ മാത്രമേ ഉള്ളൂ. സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഒരേ ഇമോഷൻ അല്ലെങ്കിൽ ഒരേ വേവ് ലെങ്തിലാണ് ഒരു ക്യാരക്ടർ, മിണ്ട് പോലും ഇല്ല. അതെങ്ങനെയാണ് ഈ സപ്പോർട്ടിങ് ആക്ടറിനുള്ള നോമിനേഷൻ ലിസ്റ്റിൽ എത്തിയെന്ന് എനിക്കൊരു പിടുത്തില്ല. ദെൻ ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ട്രസ് സോയി സൽഡാനയ്ക്കാണ്. അവതാറിലൊക്കെ ഫേമസ് ആയിട്ടുള്ള, നമ്മുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ സ്ഥിരം നമ്മൾ കാണാറുള്ള സോയി സൽഡാന. എമിലിയ പെരസ് എന്ന സിനിമയ്ക്ക് ഈ സിനിമയ്ക്ക് കുറേ ട്രോള് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ ഫുൾ ക്രിഞ്ചാണെന്നൊക്കെ. ഞാൻ പടം കണ്ടിട്ടില്ല, ഒന്നെടുത്ത് കണ്ടു നോക്കണമെന്നുണ്ട് എന്താ അത്ര പഴി ഈ പടത്തിന് വരാമെന്നുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയത് ഈ പടത്തിനാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ 1-2 അവാർഡുകൾ മാത്രം, ഒരു അവാർഡോ അങ്ങനെ എന്തോ മാത്രമേ ഈ പടത്തിന് കിട്ടിയിട്ടുള്ളൂ. ദെൻ ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഫ്ലോ, ദാറ്റ് വൺ ഇസ് എ വെരി മച്ച് ഡിസർവിങ് വൺ എന്ന് പറയാം. കിടിലം പടമായിരുന്നു ഫ്ലോ. അത് നോർമൽ മറ്റ് വലിയ ആനിമേഷൻ അല്ലെങ്കിൽ സ്റ്റുഡിയോസിൻ്റെ ഒക്കെ തന്നെ അൺബാൻഡുള്ള പടങ്ങൾ ഉണ്ടായിട്ടും അതിലൊക്കെ കോമ്പറ്റ് ചെയ്ത് ഈ ഒരു പടം വരണമെങ്കിൽ ഇതൊരു ഇൻഡിപെൻഡൻറ്റ് മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇൻഡിപെൻഡൻറ്റ് ഫിലിംസ് എടുക്കുന്ന പലർക്കും ഇതൊരു പ്രചോദനം കൂടിയായിരിക്കും. ഓസ്കാർ വരെ എടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രചോദനമായിരിക്കും ഈ പടം. ദെൻ ഇൻസൈഡ് ഔട്ടും നമ്മുടെ വൈൽഡ് റോബോട്ടൊക്കെ തന്നെ, ഇൻസൈഡ് ഔട്ട് 2 പോലെ തന്നെ ഈ വൈൽഡ് റോബോട്ടും നല്ലൊരു കണ്ടൻറ്റർ ആയിരുന്നു. ഈ പടം മോശമൊന്നുമല്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ഓസ്കാർ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു മറ്റേത് വലിയ പ്രൊഡക്ഷൻ കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ഡ്രീം വർക്സിൻ്റെയോ മറ്റേ ഡിസ്നി സ്റ്റാറിൻ്റെയൊക്കെ ഇവർക്ക് സ്ഥിരം ഇങ്ങനെ അവരുടെ കുത്തകാന്ന് വെച്ചിട്ടുള്ള ഒരു കാറ്റഗറി ആയിരുന്നു ഈ പറയുന്ന പോലെ ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം എന്നുള്ളൊരു കാറ്റഗറി. അതിലേക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് പടം വരുമ്പോൾ ഇറ്റ് ഫീൽസ് സോ ഡിസർവിങ്. സോ ഫ്ലോ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തീർച്ചയായും കൊണ്ടുപോകുക, കിടിലൻ സാധനമാണ്, ഒരു പുച്ചസാർ പടമാണ്. ദെൻ ബെസ്റ്റ് ഡയറക്ടറായിട്ട് അനോറയുടെ ഡയറക്ടറായ സീൻ ബേക്കറും, ബെസ്റ്റ് ഫിലിം എഡിറ്റിംഗ് അതും അനോറയ്ക്ക് തന്നെ. ദെൻ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം ഐ എം സ്റ്റിൽ ഹിയർ എന്ന പടമാണ്. ഇത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തില്ല ഈ പടത്തിനെ പറ്റി. ദെൻ ബെസ്റ്റ് മേക്കപ്പിനുള്ള കിട്ടിയിട്ടുള്ള ദ സബ്സ്റ്റൻസ് എന്ന പടം, അത് ഡിസർവിങ് സാധനം തന്നെയായിരുന്നു. കാരണം കിടിലം മേക്കപ്പാണ്. ഈ കുറേ CGI ഫീൽഡ് ആയിട്ടുള്ള ഹൊറർ മൂവീസ് നമ്മൾ കാണുന്ന ഈ സമയത്ത് ആ പടത്തിൻ്റെ മെയിൻ തീം തന്നെ അതായിരുന്നു. ആ മേക്കപ്പ് വെച്ച് ചെയ്യേണ്ട കുറേ സാധനങ്ങൾ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളൊരു പടമായിരുന്നു. സബ്സ്റ്റൻസ് ഭയങ്കര പോപ്പുലറായി, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ആ പടം. ഇത് ഈ പറഞ്ഞ പോലെ ഒരു പക്ക 18+ മൂവിയാണ്. ദെൻ ബെസ്റ്റ് മ്യൂസിക്കിന് അവാർഡ് കിട്ടിയിട്ടുള്ളത് ബ്രൂട്ടലിസ്റ്റ് എന്ന പടത്തിനാണ്. ദെൻ വിക്കഡ് എന്ന പടത്തിന് ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈനും ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ പടം പേഴ്സണലി എനിക്ക് വലുതായിട്ട് പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി അധികമൊന്നും ഞാൻ പറയാത്തത്. ഇതിന് മുമ്പെല്ലാം പഴയ സാധനമാണ് നമ്മുടെ വിസാഡ് ഓഫ് ഓസ്, അതൊരു നൊസ്റ്റാൾജി വരുന്ന ഒരു ഐറ്റമാണ്. ഒരു റീമേക്കാണ്. ഇതിൻ്റെ വിഷ്വലി കാണാൻ നല്ല ഗംഭീരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് മ്യൂസിക്കൽ അപ്രോച്ച് എനിക്ക് തീരെ പറ്റിയില്ല. ആ ഒരു മ്യൂസിക്കൽ മൂവി ആക്കിയതുകൊണ്ട് തന്നെ ഒരു ഇമോഷണൽ ഒരു വികാരം തോന്നാത്തൊരു പടം. എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്നും എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തില്ല. ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന ഒരു മൈൻഡായിരുന്നു എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. അങ്ങനെ കണ്ടിരുന്നു അത്ര തന്നെ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈ ഒരു പടത്തിന്. പക്ഷേ അവാർഡ് കിട്ടിയിട്ടുള്ള ഈ 2 പടത്തിനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടവരുണ്ട് ഈ സിനിമ. ദെൻ ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ബ്രൂട്ടലിസ്റ്റ്, അത് കിടിലം കുറേ ഫ്രെയിംസ് ഉണ്ട് ആ പടത്തിൽ. ഇങ്ങനെ പോസ് ചെയ്ത് വെച്ച് വാൾപേപ്പർ ആക്കി വെക്കാൻ പറ്റുന്ന, ഒന്നാമത് ആ സിനിമ ചർച്ച ചെയ്യുന്ന തന്നെ ബ്രൂട്ടലിസ്റ്റ് ആർക്കിടെക്ചർ എന്നൊരു സെറ്റപ്പാണ്. അതിനെ മാത്രമല്ല, അതല്ലാതെ ഒരുപാട്
വിഷ്വലി നല്ല പ്ലീസിങ് ആയിട്ടുള്ള പടമാണ് ഈ പറയുന്ന ബ്രൂട്ടലിസ്റ്റ് എന്ന പടം. ദെൻ ബെസ്റ്റ് സൗണ്ട് ഡിസൈനും വിഷ്വൽ എഫക്ട്സും കിട്ടിയിട്ടുള്ളത് ഡ്യൂൺ പാർട്ട് 2. അത് ആ ഐമാക്സ് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒമ്മാളെ ഇതാണ്ട് ആ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ് അത് തന്നെ കിട്ടുന്നുള്ളത് ഉറപ്പായിരുന്നു. അത് കിട്ടുകയും ചെയ്തു. ദെൻ ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ കോൺക്ലേവ് എന്ന പടമാണ്. അത് കിടിലം പടമാണ് കേട്ടോ, കണ്ടു നോക്കണം. ഐ തിങ്ക് ഈ ബെസ്റ്റ് പിക്ചർ ഉൾപ്പെടെ അല്ലെങ്കിൽ ബെസ്റ്റ് ഡയറക്ടറും ബെസ്റ്റ് പിക്ചർ ഉൾപ്പെടെ എല്ലാ കാറ്റഗറിയിലും നോമിനേറ്റ് ചെയ്തിട്ടുള്ള പടം കൂടെയായിരുന്നു കോൺക്ലേവ്. കോൺക്ലേവിന് ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളൂ, എങ്കിലും കിടിലം പടമാണ്, തീർച്ചയായിട്ടും കണ്ടുവെക്കുക. റോമിലെ പോപ്പിന്റെ തെരഞ്ഞെടുപ്പ് അതിന് ബേസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്, അല്ലെങ്കിൽ ആ ഇവന്റിനാണ് ഈ കോൺക്ലേവ് എന്ന് പറയുക. അത് കിഡിലിനായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള നല്ല കിഡിലെ സ്ക്രീൻ പ്ലേ ആണ്. ഇത് ഐ തിങ്ക് ഒരു നോവലിൻ്റെ അഡാപ്റ്റേഷൻ എന്തുമാണ്. ആൻഡ് ഒറിജിനൽ സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളതും അനോറയ്ക്കാണ്. സോ അനോറയാണ് ഈ പ്രാവശ്യത്തെ ഓസ്കാറിൽ ഷൈൻ ചെയ്തതെന്ന് പറയാം. അത് കാര്യം പ്രതീക്ഷിച്ചില്ല ഈ പടം ഇത്ര വാരിക്കൂട്ടുന്നു. പക്ഷെ പലരും പ്രതീക്ഷിച്ചത് ഐ തിങ്ക് സബ്സ്റ്റൻസ് എന്ന പടവും ദെൻ ഈ ബ്രൂട്ടലിസ്റ്റ് ഇതൊക്കെ ആയിരിക്കും വാരിക്കൂട്ടുക. ദെൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരുപാട് നോമിനേഷൻ കിട്ടിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ പല പടങ്ങളും ഒന്നും അല്ലാതെ ആയിക്കോട്ടെ. സോ ഈ ഓസ്കാർ പടങ്ങളൊക്കെ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ സിനിമകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും ഈ ഒരു ഓസ്കാർ നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്തായിരുന്നു, എന്താണ് കിട്ടിയെന്നുള്ളതും കൂടി താഴെ കമൻറ്റ്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീണ്ടും കാണാം. നന്ദി.